ഹലോ കളിക്കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളുടെ ഭാഷയിൽ കുക്കർ ബിരിയാണി എന്ന് പറയും, പക്ഷേ ഞാനിതിന് പറയുന്നത് മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി എന്നാണ്. എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതിനിടെ ഞാൻ്റെ ഒരു കളിക്കഥ പറഞ്ഞാലോ? ഇന്നത്തെ കഥ കുറച്ച് ലോങ് ആട്ടോ. ഇത് സംഭവിച്ചത് ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷനാണ്. ഒരു സെനയിൽ സ്ട്രോക്ക് വന്നൊരു പേഷ്യൻറ്റിനെ നോക്കാൻ പോയപ്പോൾ സംഭവിച്ചൊരു കഥയാണ്. പുള്ളിക്കാരനാണെങ്കിൽ ഒരു സിംഗിൾ പാരൻ്റ് ആയിരുന്നു. ഒരു 18 വയസ്സുള്ള മകൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. അവിടെ മുന്നേ നിന്നിരുന്ന ചേച്ചി സമ്മർ വെക്കേഷനായപ്പോൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ ഞാനും പുള്ളിക്കാരൻ്റെ മകനും മാത്രമാണ് ആ വീട്ടിൽ നിന്നിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് കിടന്നിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ കിടന്നുറങ്ങുന്നത് കാണാൻ പറ്റില്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് എനിക്ക് ചെല്ലാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ താമസിച്ചിരുന്നത്. അവിടെ ഒരു 2 ആഴ്ചയ്ക്കൊക്കെ ശേഷമാണ് അവിടെ ഒരു കുറച്ച് ചില മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ കഴുകാനിടുന്ന എൻ്റെ ഷഡ്ഡികൾ കാണാനില്ല, ചിലതൊന്നും കാണാനില്ല. ചിലതൊക്കെ ഞാൻ കഴുകാനെടുക്കുമ്പോൾ അതിൽ നല്ല കട്ടിയുള്ള നല്ല കൊഴുത്ത പാലിങ്ങനെ ഉണ്ടാവും. ആ പാലിനിങ്ങനെ മണപ്പിച്ച് നോക്കുമ്പോൾ എനിക്കങ്ങ് മത്ത് പിടിക്കുന്ന മണം അമ്മാതിരിയായിരുന്നു. അത് ആ പാലിൻ്റെ കട്ടി കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മുഴുത്ത കുട്ടയിൽ നിന്നുള്ള പാലാണെന്നുള്ളത്. പിന്നെ മിക്ക ദിവസവും രാവിലെ എണീക്കുന്ന സമയത്ത് എൻ്റെ നൈറ്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടാവും. കൂട്ടത്തിൽ ഷഡ്ഡി ഇങ്ങനെ കുറച്ച് താഴ്ത്തിയിട്ടും ഉണ്ടാവും. അതിൻ്റെ മേലെയായിട്ട് ഇതേ പാല്, ഈ കട്ടിയുള്ള എൻ്റെ മത്ത് പിടിപ്പിക്കുന്ന പാലിങ്ങനെ എൻ്റെ ഷഡ്ഡിൻ്റെ മേലെ ഉണ്ടാവും. അങ്ങനെ ഇത് സ്ഥിരമായി പിന്നെ വരാൻ തുടങ്ങി. ഡെയിലി ഇതുപോലെ കാണാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്നത് പോലെ നടിച്ച് കിടന്നു. ഏകദേശം ഒരു 1 മണിയായപ്പോൾ വാതിൽ പതുക്കെ തുറന്ന് ഒരാൾ വരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു. അവനാണെങ്കിൽ തുണിയൊന്നും ഇടാതെയാണ് വന്നത്. അവൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ കുട്ടൻ ഇങ്ങനെ കുരച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ തടവിക്കൊണ്ടാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്. ഞാൻ കണ്ണ് പതുക്കെ തുറന്ന് അറിയാത്ത രീതിയിൽ അവനെ നോക്കി. അവൻ എന്നെ നോക്കിക്കൊണ്ട് ആ കുലച്ച് നിൽക്കുന്ന കുട്ടനിങ്ങനെ കയ്യിലെടുത്ത് തടവി വാണടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എൻ്റെ മാക്സി പതുക്കെ പൊക്കി. എൻ്റെ കാലുകൾ അവൻ മണപ്പിച്ചു. എൻ്റെ തുടയുടെ ഇടഭാഗം അവൻ മണപ്പിച്ചു. എൻ്റെ ഷഡ്ഡിയാണെങ്കിൽ പതുക്കെ അവൻ താഴ്ത്തി. ഓരോ തവണയും അവൻ മണപ്പിക്കുമ്പോൾ അവൻ്റെ കൈപ്പണിയുടെ വേഗത കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ താഴെ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ കൈപ്പണിയുടെ വേഗത കൂടിക്കൂടി അവസാനം അവന് വരാറായപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ കുട്ടന് കയറി പിടിച്ചു. അവനാകെ ഞെട്ടി പരിഭ്രമിച്ചു. പേടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ചേച്ചി, ഞാൻ അറിയാതെ ചെയ്തതാണ്, പറ്റിപ്പോയി ചേച്ചി, എന്നോട് ക്ഷമിക്കൂ. സത്യം പറഞ്ഞാൽ അവൻ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ ഈ ചെയ്തതെല്ലാം വളരെ വലിയ തെറ്റാണ്. ഞാനിപ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, ഇനി ഞാൻ ഇത് ആവർത്തിക്കില്ല. ഞാൻ അവൻ്റെ മുഖം കൈകൊണ്ട് ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, പക്ഷേ ഒരു കാര്യം ചെയ്തിട്ട് അത് മുഴുവനാക്കാത്തത് ശരിയല്ല. പിന്നെ വിശന്നിരുന്ന എനിക്ക് നീ പാല് തരാതിരിക്കുന്നതും തെറ്റാണ്. ഇത് പറഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. ഞാൻ അവൻ്റെ കുട്ടനെ കൈകൊണ്ട് തടവിക്കൊണ്ടിരുന്നു. പതുക്കെ അതിൽ നാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നക്കി. അതിൽ ഉമ്മ വെച്ചു. എന്നിട്ട് അത് പതുക്കെ വായിലേക്കിട്ട് ചപ്പിയെടുത്തു. അവൻ ആദ്യമായാണ് ഈ സുഖം അനുഭവിക്കുന്നത്. ഞാൻ കുട്ടനെ മുഴുവനും വായിലെടുത്ത് ചപ്പി വലിച്ചു. അവസാനം അവൻ്റെ പാല് എൻ്റെ വായിലേക്ക് തെറിച്ചു. എന്തൊരു കട്ടിപ്പാലാ! നല്ല രുചിയായിരുന്നു അവൻ്റെ പാലിന്. അത് ആസ്വദിച്ച് കുടിച്ച ശേഷം ഞാൻ അവനെ താക്കീത് കൊടുത്തു വിട്ടു. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയി. 3 ദിവസം കഴിഞ്ഞ് അവൻ തിരികെ വന്നു. അന്ന് വൈകുന്നേരം ഞാൻ ഹാളിലൂടെ നടന്നപ്പോൾ അവൻ്റെ റൂം പകുതി തുറന്നു കിടക്കുമായിരുന്നു. ഞാൻ
പതുക്കെ വാതിലിനടിയിലൂടെ നോക്കിയപ്പോൾ അവൻ റൂമിൽ തറയിൽ കിടന്നുകൊണ്ട് എൻ്റെ കഴുകാത്ത ഷഡ്ഡി മുഖത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കുട്ടനെ കൈപ്പണിയെടുക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ താഴെ അങ്ങ് നിറഞ്ഞങ്ങ് കവിഞ്ഞു. എനിക്കും നല്ല കമ്പിയായി. ഞാൻ അവൻ്റെ അടുത്ത് ചെന്ന് ഷഡ്ഡി മുഖത്തുനിന്ന് മാറ്റി എൻ്റെ ഉടുപ്പ് പൊക്കി എൻ്റെ പൂവ് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ശരിക്കും ചപ്പിത്താടാ. അവൻ ആർത്തിയോടെ നാക്ക് ശരിക്കും ഉള്ളിലേക്ക് കയറ്റി നക്കി. ഞാൻ നല്ലപോലെ അങ്ങ് ഉരച്ചു കൊടുത്തു. തിരിഞ്ഞ് അവൻ്റെ മേലെ കമിഴ്ന്ന് കിടന്ന് കുട്ടനെ ഞാൻ വായിലിട്ട് ചപ്പി വലിച്ചു. അവൻ നല്ലപോലെ നക്കിയപ്പോൾ എൻ്റെ വെള്ളം ചീറ്റി അവൻ്റെ മുഖത്തേക്ക് ചീറ്റിച്ചു കൊടുത്തു. അവനത് ആർത്തിയോടെ കുടിച്ചു. പിന്നെ അവൻ്റെ കുലച്ചു നിൽക്കുന്ന കുട്ടൻ്റെ മേലെ കയറിയിരുന്ന് നല്ലപോലെ അടിച്ചു കൊടുത്തു. അവൻ സുഖം കൊണ്ട് പൊളഞ്ഞു. പിന്നീട് എന്നെ അവൻ കുനിച്ചു നിർത്തി പുറകിൽ നിന്നും അടിച്ചു. അവസാനം അവൻ്റെ പാൽ എൻ്റെ അകത്തേക്ക് ചീറ്റിച്ചു. പാവം അവനാകെ തളർന്നു. പിന്നീട് അവനുമായിട്ട് എന്നും കളിക്കാൻ തുടങ്ങി. 2 മാസം ആടി തിമിർത്ത് ഞങ്ങൾ കളിച്ചു തീർത്തു. പോരാൻ നേരത്ത് അവനൊരാഗ്രഹം പറഞ്ഞു. അടുത്ത സമ്മർ വെക്കേഷന് അവന് അച്ഛൻ്റെ മുന്നിലിട്ട് എന്നെ കളിക്കണമെന്ന്. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, കഥയുടെ ഇടയിലുണ്ടാക്കിയ ബിരിയാണി എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ, പിന്നെ ബെല്ലൈക്കൺ അടിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ബൈ ബൈ, താങ്ക് യു.